അങ്ങനെ തവനൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF വമ്പൻ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ജോയേട്ട, അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് താങ്കളുടെ വിജയം. തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ മറുപടിയാണ്. ഒരു ചരിത്ര വിജയം തന്നെയാണ്. ഈ മണ്ണിനെ, മലപ്പുറത്തിൻ്റെ മണ്ണിനെ കാലങ്ങളായി കളങ്കപ്പെടുത്താൻ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് വ്യാജ കഥകളും വ്യാജ സ്റ്റോറികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ മണ്ണിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഏറ്റവും മനോഹരമായ മറുപടിയാണ്. ഈ റിയൽ മലപ്പുറം സ്റ്റോറിയായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വിജയമാണ് ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലുണ്ടായിട്ടുള്ളത്. ഏറ്റവും നല്ല മതേതര പാരമ്പര്യത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് ഈ മണ്ണ് എന്ന് നമ്മളൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിവരയിടുന്ന ഒരു വിജയമാണ് ഈ വിജയം. ഐക്യജനാധിപത്യ മുന്നണി ടീം UDF ആയി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ച് നേടിയെടുത്ത വിജയമാണ്. തീർച്ചയായും ഞങ്ങൾക്ക് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ്. 15 വർഷത്തിന് ശേഷം വിജയിക്കാൻ കഴിഞ്ഞു. ആ വിജയത്തിന് എന്നെ നിയോഗിച്ച പാർട്ടി നേതൃത്വത്തോട്, AICC നേതൃത്വത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. KPCCയോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാനിവിടെ മത്സരിക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗ് UDFൻ്റെ ഭാഗമായി മത്സരിക്കുന്നത് 27 സീറ്റിലല്ല 28 സീറ്റിലാണ്. 28ാമത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അത് VS ജോയി ആണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് പ്രചരണ രംഗത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കൊക്കെ ആവേശം നൽകി അരയും തലയും മുറുക്കി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്ര ഭൂരിപക്ഷം ഉണ്ടായത്. ഇവിടെ ബാവകാജിക്കയുടെ നേതൃത്വത്തിൽ UDFൻ്റെ മിഷണറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി മലപ്പുറം ജില്ലയിൽ ജയിച്ചു. ഇപ്പോൾ തൂത്ത് പെറുക്കി 16ൽ 16 ജയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത്. 100 സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ മലപ്പുറം 100 മേനി വിജയമായിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ വിജയത്തിൽ ഏറ്റവും തങ്കത്തിളക്കമുള്ള വിജയമാണ് തവനൂരിൻ്റെ വിജയം. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ബാവഹാജി ഇവിടെ ഉണ്ടായിരുന്നു. താങ്കൾ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ കോട്ടകളൊക്കെ തകർത്തുകൊണ്ടാണ് UDF വിജയം കൈവരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ അറിയാമായിരുന്നു ഞങ്ങൾ ജയിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ സ്ഥലത്തും പറഞ്ഞത് 4000 വോട്ട് ലീഡ് ചെയ്യുമെന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കണം. മംഗലത്ത് 2000 പുറത്തൂര്, 2000 എടപ്പാൾ, പിന്നെ തവന്നൂര്, 2000 കാലടി, 2000 വട്ടക്കുളം, എടപ്പാൾ സമസമയം ഞങ്ങൾ പറഞ്ഞത്. അത് കൂടാതെ ഞങ്ങൾ ലീഡ് ചെയ്തു, പുറത്തൂർ ലീഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി. വലിയ വിജയം ഉണ്ടായിരിക്കും. ഇവിടെ ഒറ്റപ്പെടുത്താൻ നോക്കിയ ജോയിനെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ പറ്റൂല. ഞങ്ങളെ കുടുംബത്തിലൊരംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എന്തായാലും VS ജോയി ഇന്ന് മലപ്പുറത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് മലപ്പുറത്ത് നിന്ന് കാണാൻ കഴിയുന്നത്.